ഹായ് ഹലോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 റിലീസായിട്ടുള്ള ഒരു തായ് ഹൊറർ മൂവിയാണ്. മൂവിയുടെ നെയിം മൈ ബോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ മൂവിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ കഥയിലെ ഹീറോ ഒരു പഴയ വീടിന് മുന്നിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അവനെ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ ആ വീടിനുള്ളിൽ ഒരു ക്ലോക്ക് കാണിക്കുന്നുണ്ട്. ആ ക്ലോക്കിൽ കൃത്യം 12 മണിയാവുമ്പോൾ ഒരു പെണ്ണിൻ്റെ സൗണ്ട് കേൾക്കുകയാണ്. അത് കേട്ട ഹീറോ ആ വീടിന് മുകളിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആരോ കത്തിയാൽ കുത്തുന്ന പോലുള്ളൊരു സൗണ്ട് കേൾക്കുകയാണ്. അതുപോലെ തന്നെ ഒരു പെണ്ണ് മരിച്ചു വീഴുന്നതായിട്ടും കാണുന്നു. ആ മരിച്ചുപോയ പെണ്ണ് ഒരു ഗോസ്റ്റിനെ പോലെ ഹീറോയെ കണ്ണു തുറന്ന് നോക്കിയതും ഹീറോ പെട്ടെന്ന് അലറിക്കൊണ്ട് എഴുന്നേൽക്കുകയാണ്. ഇത്രയും നേരം ഹീറോ കണ്ടത് ഒരു സ്വപ്നമായിരുന്നു. ഹീറോ ഒരു വീഡിയോ ഗെയിം ഡെവലപ്പറാണ്. അവനങ്ങനെ ടയേർഡായിട്ട് ഉറങ്ങിപ്പോയ സമയത്ത് കണ്ടൊരു സ്വപ്നമായിരുന്നു ഇത്. ഹീറോ പിന്നെയും അവൻ്റെ ഗെയിം കളിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇതേ നേരത്ത് അവൻ്റെ അമ്മ അവിടേക്ക് വന്നിട്ട് അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത്രയും നേരമായിട്ട് പോയില്ലേ, ലേറ്റ് ആയെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. ആ സീനവിടെ വെച്ച് കട്ടായിട്ട് അടുത്ത സീനിൽ വേറൊരു സ്ഥലത്താണ് കാണിക്കുന്നത്. ഹീറോയുടെ അമ്മ ഇവിടേക്ക് വരുന്ന കാര്യം പറഞ്ഞിട്ടാണ് അവനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഹീറോയുടെ മുത്തശ്ശൻ മരിച്ചുപോയി. മരിക്കുന്നതിന് മുമ്പ് ആള് കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും ആയിട്ട് സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ചിട്ടുണ്ടായിരുന്നു. ആർക്കൊക്കെ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കണേന്ന് അറിയാനായിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. ഓരോരുത്തരുടെയും പേരിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കണേന്ന് വായിക്കുകയാണ്. അവസാനമായിട്ട് ഹീറോയുടെ പേര് വായിക്കുകയാണ്. പക്ഷേ ഹീറോയ്ക്ക് ഒന്നും തന്നെ എഴുതി വെച്ചിട്ടില്ല. അവന്റെ പേരിന് താഴെ വെറുതെ ഒരു ലൈൻ മാത്രമാണുള്ളത്. ഇത് കണ്ടതും ഹീറോ വിഷമിച്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവൻ്റെ ഒരു ചേട്ടൻ പറയുന്നുണ്ട്, നീ എന്തിനാ മോനെ വിഷമിക്കണേ, എൻ്റെ പേരിലൊരു വീടുണ്ടല്ലോ, അത് ഞാൻ നിനക്ക് തന്നേക്കാന്ന് വാക്കാലെ പറയാണ്. ഇത് കേട്ടതും ഹീറോയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ കുറെ കടങ്ങളും ഉണ്ട്. ഇത് കേട്ടതും ഹീറോ പെട്ടെന്ന് തന്നെ ഒരു ഏജന്റിനെയൊക്കെ വിളിച്ചിട്ട് ആ വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറാവാണ്. അവരെങ്ങനെ ആ വീട്ടിലിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് അവർക്ക് വഴി തെറ്റുന്നുണ്ട്. അവസാനം കാറ് വഴിയിൽ തന്നെ നിർത്തിയിട്ടിട്ട് അവർ നടന്നു പോവാണ്. ഒരു കാട് പിടിച്ച വഴിയിലൂടെയാണ് ഇവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം അവർ ആ വീടിനടുത്തെത്തുകയാണ്. ആ വീട് ഏതാന്ന് വെച്ചാൽ ഹീറോ സ്വപ്നത്തിലൊരു വീട് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ വീട് തന്നെയായിരുന്നു അത്. ആ വീട് കണ്ടതും ഏജന്റ് പറയാണ്, ഇതുപോലൊരു തള്ളിപ്പൊളി വീടിന് ഞാൻ മുന്നു പറഞ്ഞ റേറ്റ് ഒന്നും കിട്ടില്ല, അതിലും കുറവേ കിട്ടുമെന്ന് പറയാണ്. ഈ വീടിന് വലിയ വിലയൊന്നും കിട്ടില്ല എന്നറിഞ്ഞ ഹീറോ അവിടെ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ഇതിനെത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഏജന്റിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏജന്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്താരോ നിൽക്കുന്നതായിട്ട് കണ്ടിട്ട് അത് ഗോസ്റ്റ് ആയിരിക്കുന്നു കരുതിയിട്ട് ഇയാൾ പേടിച്ചിട്ട് അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ്. ഹീറോ ഓരോ സാധനങ്ങളെടുത്ത് കാണിക്കണത് ആൾ ശ്രദ്ധിക്കണേയില്ല. ഇത് കണ്ട ഹീറോ ഇയാൾ എവിടേക്കാണ് നോക്കണേന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്ത് ആരും തന്നെയില്ല. നിങ്ങളിത് ആരെയാണ് നോക്കണേന്ന് പറഞ്ഞിട്ട് ഏജന്റിന്റെ അടുത്തേക്ക് തിരിയുമ്പോൾ അയാളാണെങ്കിൽ പേടിച്ചിട്ട് അവിടെ നിന്നും ഓടിപ്പോവാണ്. ഹീറോ അയാൾക്ക് പിന്നാലെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ അയാൾ കണ്ടതുപോലെ ഒരാൾ പുറത്ത് നിൽക്കുന്നതായിട്ട് ഹീറോയും കാണുന്നുണ്ട്. അവനും പേടിച്ചിട്ട് നിങ്ങൾ മനുഷ്യൻ തന്നെയാണെന്നൊക്കെ ചോദിച്ച് ടോർച്ച് അടിച്ച് നോക്കുന്നുണ്ട്. അത് കുറച്ച് പ്രായം ചെന്ന ഒരാളായിരുന്നു, ഞാൻ മനുഷ്യനാണെന്ന് അയാളും പറയുന്നുണ്ട്. നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ വീടിന്റെ ഓണറാണെന്ന് ഹീറോയും പറയാണ്. പെട്ടെന്ന് തന്നെ വലിയൊരു ഇടി വെട്ടുന്നുണ്ട്. ഹീറോ തിരിഞ്ഞു നോക്കിയിട്ട് പിന്നെയും അയാളുടെ അടുത്തേക്ക് നോക്കുമ്പോൾ അയാൾ അവിടെ കാണാനുണ്ടായിരുന്നില്ല. അയാളൊരു ഗോസ്റ്റ് ആയിരിക്കും എന്നൊക്കെ ഹീറോ പിന്നെയും ചിന്തിക്കുകയാണ്. അങ്കിളെ എന്നൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ താഴെ നിന്ന് ഒരു തവളയും പിടിച്ചുകൊണ്ട് അയാൾ എണീക്കുകയാണ്. മഴ വരുന്നത് പോലെയുണ്ട്, എനിക്ക് ഒരുപാട് തവളകളെ പിടിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പോകുന്നു. അയാൾ പോയതിന് ശേഷം ഹീറോ വീടിനകത്തേക്ക് വന്നിട്ട് വാതിലടയ്ക്കുന്നു. അവൻ ആ സ്വപ്നത്തിൽ കണ്ട ക്ലോക്കും ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചു നേരത്തിന് ശേഷം ഹീറോ ഉറങ്ങിപ്പോകുന്നുണ്ട്. പിന്നെ ക്ലോക്കിൽ 12 മണിയായ സൗണ്ട് കേട്ടിട്ടാണ് അവൻ ഉണർന്നത്. കൃത്യം 12 മണിയായതും സ്വപ്നത്തിൽ കണ്ടതുപോലെ ഒരു പെണ്ണിന്റെ സൗണ്ട് കേട്ടിട്ട് മുകളിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ 3 പേരെ അവൻ കാണുന്നുണ്ട്. ഒരുത്തിന്റെ തല ആരോ വെട്ടി അവനെ കൊല്ലുന്നതായിട്ടും പിന്നെ വേറൊരു പെണ്ണിന്റെ വയറ്റില് ആരോ കുത്തി അവളെ കൊല്ലുന്നതായിട്ടും പിന്നെ അവൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ അവനെ ഗോസ്റ്റിനെ പോലെ നോക്കിയ ആ പെണ്ണിന്റെ കഴുത്ത് ആരോ ഞെരിച്ച് അവളെ കൊന്നു കളയുന്നതായിട്ടും കണ്ടിട്ട് ഹീറോ പേടിച്ചിട്ട് ആ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. അടുത്ത ദിവസം തന്നെ ഹീറോ കുറച്ച് ബുദ്ധ സന്യാസിമാരൊക്കെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ട് പൂജയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഹീറോയുടെ കൂടെ സഹായത്തിനായിട്ട് നൈറ്റിൽ ആ തവളയെ പിടിച്ചുകൊണ്ടിരുന്ന അങ്കിളുണ്ടല്ലോ, അയാളും ഉണ്ട്. സന്യാസിമാരൊക്കെ പൂജ കഴിഞ്ഞ് പോകുമ്പോൾ ഈ അങ്കിളും പോവാനായിട്ട് ഒരുങ്ങുകയാണ്. പക്ഷേ ഹീറോ അയാളെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കണത് ഹീറോയും അങ്കിളും അവിടെ കുടിച്ചു കിടക്കണതാണ്. പെട്ടെന്ന് തന്നെ ഇടിവെട്ടുന്ന സൗണ്ട് കേട്ടിട്ട് അങ്കിള് ചാടി എഴുന്നേറ്റിട്ട് എനിക്ക് തവളയെ പിടിക്കാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ്. പെട്ടെന്ന് തന്നെ ക്ലോക്കിൽ 12 മണിയാവുകയാണ്. 12 മണിയായാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ആ പെണ്ണിന്റെ സൗണ്ട് മുകളിൽ നിന്ന് പിന്നെയും കേൾക്കുകയാണ്. ഹീറോ പേടിയോട് കൂടിയിട്ട് ഒരു ബുദ്ധന്റെ ശിലയൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് പോയി നോക്കുകയാണ്. പക്ഷേ പേടിച്ച പോലെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടെ പൂജയൊക്കെ ചെയ്ത കാരണം ഗോസ്റ്റൊക്കെ ഇവിടുന്ന് പോയെന്ന് വിചാരിച്ചിട്ട് അവൻ സമാധാനത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുകയാണ്. അവൻ ഓരോ പ്രാവശ്യം കുമ്പിട്ട് എഴുന്നേൽക്കുമ്പോഴും അവനെ പോലെ തന്നെ ഓരോ ഗോസ്റ്റുകളും കുമ്പിട്ട് എഴുന്നേൽക്കുകയാണ്.
തൻ്റെ പുറകിൽ ആരുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഹീറോ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ 3 പേരുടെ ഗോസ്റ്റിനെ കാണുകയാണ്. ആദ്യത്തെ ഒരുത്തൻ്റെ തലയാരോ വെട്ടിയാണ് അവനെ കൊന്നുകളഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പെണ്ണിൻ്റെ വയറ്റിൽ കുത്തിയിട്ട് അവളുടെ കുടലൊക്കെ പുറത്ത് വന്നിട്ടാണ് അവൾ മരിച്ചു പോയിരിക്കുന്നത്. മൂന്നാമത് കാണിക്കുന്നതാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ. അവളുടെ കഴുത്ത് ആരോ ഞെരിച്ചാണ് അവളെ കൊന്നുകളഞ്ഞിരിക്കുന്നത്. ഗോസ്റ്റിനെ കണ്ട് പേടിച്ച ഹീറോ ബുദ്ധന്റെ ശിലയ്ക്ക് പിന്നിലായിട്ട് പോയി നിന്നിട്ട്, നിങ്ങളെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇനിയും നിങ്ങൾ ഇവിടുന്ന് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്തിനാ ഞങ്ങളെ ഇവിടുന്ന് ഓടിക്കാൻ ശ്രമിക്കണേന്ന് ആ പെണ്ണിന്റെ ഗോസ്റ്റ് ചോദിക്കുമ്പോൾ, ഇതെന്റെ വീടാണെന്ന് ഹീറോ പറയുന്നു. ഇതെന്റെ കൂടി വീടാണ്, ഞാൻ ചെറുപ്പം മുതൽ ഇവിടെ തന്നെയാണ് ഉള്ളതെന്ന് ഹീറോയിനും പറയുന്നുണ്ട്. അതൊന്നും എനിക്കറിയണ്ട, ഇതിപ്പോൾ എൻ്റെ വീടാണ്, നിങ്ങൾ ഇവിടുന്ന് പോവാൻ ഹീറോ ധൈര്യത്തോടെ പറയാണ്. ദേഷ്യം വന്ന ആ പെണ്ണിന്റെ ഗോസ്റ്റ് അവളുടെ പുറത്തേക്ക് കിടക്കണ കുടലെടുത്തിട്ട് ആ പയ്യന്റെ തലയിൽ ചുറ്റിയിട്ട് ഹീറോയെ അടിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ പുറത്തേക്ക് പോയ അങ്കിൾ അവിടേക്ക് വരുന്നുണ്ട്. ഗോസ്റ്റുകളെല്ലാം അവിടെ നിന്ന് മറഞ്ഞും പോകുന്നു. അങ്കിൾ, ഇവിടെ ഗോസ്റ്റുകൾ ഉണ്ടായിരുന്നു, നിങ്ങൾ അവരെ കണ്ടോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ, ഞാൻ കുടിച്ച കുപ്പിയുടെ ബാലൻസ് ഇവിടെ ഉണ്ട്, അതെടുക്കാനായിട്ടാണ് ഞാനിങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് ആ കുപ്പി എടുത്തുകൊണ്ട് അങ്കിൾ പിന്നെയും പുറത്തേക്ക് പോവാണ്. ഇവിടെ നിൽക്കണത് അത്രയ്ക്ക് പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ, അങ്കിളെ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, ഞാനും നിങ്ങളുടെ കൂടെ തവളേനെ പിടിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് അയാളുടെ കൂടെ അവിടെ നിന്നും പോകുന്നു. അടുത്ത ദിവസം ഹീറോ അവൻ്റെ സിറ്റിയിലുള്ള വീട്ടിലേക്ക് പോയിട്ട് ആ ഗോസ്റ്റുള്ള വീടിനെ കുറിച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ആ വീട്ടിൽ ഒരു മോഷണം നടന്നിരുന്നു. ഹീറോയിൻ്റെ അച്ഛനും അമ്മയും വീട്ടിലില്ലായിരുന്ന നേരത്ത് അവിടെ ഒരു മോഷണം നടന്നിട്ടുണ്ട്. ഹീറോയിനും 2 വേലക്കാരും മാത്രമാണ് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവർ 3 പേരും കാണാതായിരിക്കുകയാണ്. ഇവർ മരിച്ച വിവരം പുറം ലോകത്ത് ആരും തന്നെ അറിഞ്ഞിട്ടുമില്ല. ഇത് മനസ്സിലാക്കിയ ഹീറോ അന്ന് നൈറ്റ് ആ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഈ ഗോസ്റ്റുകൾ ഇവിടെ തന്നെ ഉണ്ടോയെന്ന് അറിയാനായിട്ട് മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ 3 ഗോസ്റ്റുകളും അവിടേക്ക് വന്നിട്ട് ഇവനെന്ത് ഈ മുകളിലേക്ക് നോക്കണേന്ന് അറിയാനായിട്ട് അവനെ പോലെ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗോസ്റ്റുകളൊക്കെ അവിടെ വന്നത് മനസ്സിലാക്കിയ ഹീറോ അവൻ അവരെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ മരിച്ച വിവരം പുറം ലോകത്ത് ആരും അറിഞ്ഞിട്ടില്ലേ, അതുകൊണ്ടായിരിക്കാം നമ്മുടെ ആത്മാവ് ഇവിടെ തന്നെ ചുറ്റി നടക്കണമെന്ന് ആ പെണ്ണിന്റെ ഗോസ്റ്റ് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ബോഡി കണ്ടുപിടിക്കണമെന്ന് ഹീറോയിൻ പറയുമ്പോൾ, അത് ശരിയാണ്, നിങ്ങളുടെ ബോഡി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, അതെവിടെയാണ് ഉള്ളതെന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. അതെങ്ങനെ ഞങ്ങൾക്കറിയാൻ കഴിയും, ഞങ്ങൾ മരിച്ചു പോയില്ലേന്ന് ഹീറോയിനും പറയുന്നു. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ ബോഡി കണ്ടുപിടിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് ഹീറോ പറയുമ്പോൾ, ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് ആ ഗോസ്റ്റുകളും പറയാണ്. എന്നിട്ട് ആ പയ്യന്റെ ഗോസ്റ്റും പെണ്ണിന്റെ ഗോസ്റ്റും അവിടെ നിന്നും മറഞ്ഞു പോകുന്നു. തൻ്റെ അച്ഛനെയും അമ്മയും കുറിച്ചിട്ട് ഹീറോയിൻ ഹീറോയോട് ചോദിക്കുമ്പോൾ, നിന്നെ കാണാതായത് മുതൽ അവർ നിന്നെ ഒരുപാട് അന്വേഷിച്ചു, അവസാനം നിന്നെ കണ്ടെത്താൻ കഴിയാതെ ആയപ്പോൾ അവർ ഈ വീട് തന്നെ ഉപേക്ഷിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെ കുറേ കാലം ജീവിച്ചിട്ട് അവരുടെ ഒരു സാധാരണ മരണമായിരുന്നു എന്ന് ഹീറോ പറയാണ്. പക്ഷെ ശരിക്കും സംഭവിച്ചിരിക്കുന്നത്, ഹീറോയിനെ കാണാതായത് മുതൽ അവളുടെ കുറേ അന്വേഷണങ്ങൾ നടത്തി. അങ്ങനെ കുറച്ച് പേരുടെ മേലൊക്കെ സംശയം വന്നിട്ട് ചിലരെയൊക്കെ അയാൾ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാൾ ജയിലിലായിരുന്നു. ജയിലിൽ വെച്ചിട്ടാണ് അയാൾ മരിച്ചു പോയിട്ടുള്ളത്. അയാൾ മരിച്ചതിന് പിന്നാലെ തന്നെ അയാളുടെ വൈഫും മരിച്ചുപോയി. ഈ വിവരങ്ങളൊക്കെ ഹീറോ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അവൻ ഹീറോയിനോട് പറയുന്നുണ്ടായിരുന്നില്ല. ഓൺലൈനിൽ ഈ വീട് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഏജന്റ് പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തരും അതിന്റെ അടിയിൽ വന്നിട്ട് ഇതൊരു ഗോസ്റ്റ് ഹൗസ് ആണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉടനെ ഒന്നും എന്തായാലും ഈ വീട് വിൽക്കാൻ കഴിഞ്ഞാന്ന് മനസ്സിലാക്കിയ ഹീറോ ഇവരുടെ ബോഡി എങ്ങനെയും കണ്ടുപിടിക്കണം, എന്നിട്ട് ഇവരുടെ ഗോസ്റ്റിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഹീറോ ഇവരുടെ ബോഡി ഇവിടെ എങ്ങാനും കുഴിച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് വീടിന് ചുറ്റും കുഴികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരൊരു കോള് വരുന്നുണ്ട്. അവൻ്റെ അമ്മയുടെ അടുത്തു നിന്നാണ് കോള് വരുന്നത്. ഹീറോയെ കാണാൻ കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹീറോ ഉള്ള സ്ഥലം അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരങ്ങോട്ട് വരുന്നതാണ് അമ്മ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. കടം കൊടുക്കാനുള്ള ആൾക്കാരായിരിക്കും വരണേന്ന് വിചാരിച്ചിട്ട് ഹീറോയും ഒന്ന് ടെൻഷൻ ആവുകയാണ്. അടുത്ത ദിവസം ഹീറോ ഒരു എക്സിബിഷന് വന്നിരിക്കുകയാണ്. അവിടെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയത്ത് തന്നെ അവിടേക്ക് ഒരു ഗ്യാങ് പിള്ളേർ വരുന്നുണ്ട്. ആ എക്സിബിഷനിൽ ഒരു ഹോണ്ടഡ് ഹൗസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആളുകളൊക്കെ പീഡിപ്പിക്കാനായിട്ട്. അതിനുള്ളിലേക്ക് ആ ഗ്യാങ്ങിലെ പിള്ളേരൊക്കെ പോവാണ്. ഹീറോയും അതിനുള്ളിലേക്ക് പോയി നോക്കുന്നുണ്ട്. അതിനുള്ളിൽ ഒരാൾ ഗോസ്റ്റിന്റെ വേഷമൊക്കെ ഇട്ടിട്ട് എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാങ്ങിലെ പിള്ളേരാണെങ്കിൽ ഇത് കണ്ട് പേടിച്ചിട്ട് ഗോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. ആ ഗ്യാങ്ങിലെ തന്നെ ഒരു പെണ്ണ് വന്നിട്ട് പേടിച്ചുകൊണ്ട് ഹീറോയെ കെട്ടിപ്പിടിക്കണമുണ്ട്. എല്ലാവരും അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നെങ്കിലും ആ പെണ്ണാണെങ്കിൽ ഹീറോയെ വിടാതെ അവന്റെ കൂടെ തന്നെയുണ്ട്. ഇത് കണ്ട ആ പെണ്ണിന്റെ ബോയ് ഫ്രണ്ട്, അത് എൻ്റെ ഗേൾ ഫ്രണ്ടാണ്, നീ എന്തിനാ അവളെ പിടിച്ചുകൊണ്ട് നിൽക്കണേന്ന് ചോദിക്കുമ്പോൾ, ഞാനൊന്നും അവളെ പിടിച്ചിട്ടില്ല, ഇവളാണ് എന്നെ വിടാതെ എൻ്റെ അടുത്ത് ഒട്ടി നിൽക്കണേന്ന് ഹീറോയും പറയുന്നു. അവർ തമ്മിൽ തർക്കിച്ച് നിൽക്കുന്ന സമയത്ത് അങ്കിൾ അവിടേക്ക് വന്നിട്ട് പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്കിളിന്റെ ശരീരം മുഴുവനും ചെളിയായിരിക്കുന്നത് കണ്ട ഹീറോ കാര്യം അന്വേഷിക്കുമ്പോൾ, ഞാൻ നിന്റെ വീട്ടിലേക്ക് പോയതാണ് എല്ലാത്തിനും കാരണമെന്ന് അങ്കിളും പറയുന്നു. ഹീറോ ബോഡി അന്വേഷിച്ചിട്ട് വീടിന് ചുറ്റും കുറെ കുഴികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്കിള് ഹീറോയെ കാണാൻ പോയ സമയത്ത് ആ കുഴിയിൽ പോയി വീണിട്ടാണ് ആളുടെ ശരീരം മുഴുവനും ചെളിയായിരിക്കുന്നത്.
ഹീറോയും ആ ഗ്യാങ് പിള്ളേരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തിട്ട് അങ്കിൾ അവരെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അടുത്തതായിട്ട് 3 പേര് ഹീറോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവരുടെ മേലും ആകെ ചെളിയായിട്ടുണ്ട്. അവര് ഹീറോയ്ക്ക് കടം കൊടുത്തിട്ടുള്ളവരാണ്. ഹീറോയെ അന്വേഷിച്ചിട്ട് വീട്ടിലേക്ക് പോയപ്പോൾ അവരും അങ്കിള് വീണതുപോലെ ആ കുഴിയിൽ വീണിട്ടുണ്ട്. അവരെ കണ്ടപാടെ നിങ്ങൾ എൻ്റെ വീട്ടിൽ പോയിരുന്നില്ലേ എന്ന് ഹീറോ ചോദിക്കുന്നുമുണ്ട്. കടം കൊടുത്തവര് ഞങ്ങൾ കടം തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തിരിച്ചു തരണമെന്ന് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയ്ക്ക് അവൻ ആ ഹോണ്ടഡ് ഹൗസിൽ കയറിയപ്പോൾ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഐഡിയ തോന്നുകയാണ്. ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു തരാം, പക്ഷേ അതിനു മുമ്പ് എനിക്ക് കുറച്ച് പണം കൂടി നിങ്ങൾ തന്ന് സഹായിക്കണമെന്ന് പറയുമ്പോൾ നീ ആദ്യം വാങ്ങിയ പണം തിരിച്ചുതാ, എന്നിട്ട് നിനക്ക് ഇനിയും പണം തരുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാന്ന് അവർ പറയുമ്പോൾ ഞാൻ എന്തായാലും എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് തിരിച്ചു തരും, വേണമെങ്കിൽ കുറച്ചുകൂടെ പലിശ കൂട്ടിത്തരാമെന്ന് പറയുമ്പോൾ ആ കടം കൊടുത്ത ആള് പലിശ കൂട്ടിക്കിട്ടുന്ന കാര്യം ആലോചിച്ചപ്പോൾ ഹീറോയ്ക്ക് പണം കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണ്. അതിനുശേഷം ഹീറോ വീട്ടിലേക്ക് വരികയാണ്. ആ ഗോസ്റ്റുകളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് കാര്യങ്ങൾ അവരോട് സംസാരിക്കുകയാണ്. ഹീറോയുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ അവൻ എക്സിബിഷനിൽ കണ്ട പോലെ ഒരു ഹോണ്ടഡ് ഹൗസ് ഇവിടെ സെറ്റ് ചെയ്യാനാണ് അവൻ്റെ ഐഡിയ. എന്തായാലും ഈ വീട്ടിൽ ഗോസ്റ്റുകളുണ്ട്, ഈ വീടാണെങ്കിൽ വിൽക്കാനും കഴിയില്ല, അതുകൊണ്ട് ഇവരെ വെച്ച് തന്നെ പൈസ ഉണ്ടാക്കാനുള്ള ഐഡിയയിലാണ് ഹീറോ. നിങ്ങൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ എൻ്റെ കടങ്ങളൊക്കെ എനിക്ക് കൊടുത്തു തീർക്കാനായിട്ട് കഴിയും. അതിനുശേഷം നിങ്ങളുടെ ബോഡിയൊക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മുകളിലേക്ക് പറഞ്ഞു വിടാന്നൊക്കെ ഹീറോ അവരോട് പറയുന്നു. അവരും ഹീറോയെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഓരോന്നും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് 12 മണി ആവണില്ല. 12 മണി ആയിക്കഴിഞ്ഞാൽ അവരെങ്ങനെയാണോ മരിച്ചത് അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെയും വന്നിട്ട് ഹീറോയെ സഹായിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് ഹീറോ ആ ഗ്യാങ്ങിൻ്റെ അടുത്തേക്കാണ് പോണത്. അവരുടെ അടുത്തേക്ക് പോയിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഹോണ്ടഡ് ഹൗസ് ഉണ്ട്, നിങ്ങൾ അവിടേക്ക് വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ ആ ഗ്യാങ്ങിൻ്റെ പയ്യൻ ഞങ്ങൾ വരുന്നില്ല എന്ന് പറയാണ്. പക്ഷേ അവൻ്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഹീറോയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ഞാൻ ഇവൻ്റെ കൂടെ പോവാണ്, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാന്നും പറയാണ്. ഇത് കേട്ടതും ആ ഗ്യാങ് ഹീറോയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് സമ്മതിക്കുകയാണ്. എന്നിട്ട് അവരെല്ലാവരും കൂട്ടിയിട്ട് ഹീറോയുടെ വീട്ടിലേക്ക് വരികയാണ്. അവിടേക്ക് കയറി ചെല്ലുമ്പോൾ ഹീറോയിൻ്റെ പിക്ചർ അവിടെ വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ നിന്ന് ഹീറോയിൻ പുറത്തേക്ക് വന്നിട്ട് അവരെ പേടിപ്പിക്കുകയാണ്. ആ പയ്യന്റെ ഗോസ്റ്റ് അവന്റെ മുറിഞ്ഞ തലയെടുത്ത് കാണിച്ചും ആ പെണ്ണിന്റെ ഗോസ്റ്റ് അവളുടെ കുടലൊക്കെ പുറത്തേക്ക് വലിച്ചു കാണിച്ചും പിന്നെ ഹീറോയിൻ അവളുടെ തല തിരിച്ചു കാണിച്ചൊക്കെ ആ പിള്ളേരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഹീറോയുടെ ഫസ്റ്റ് പ്ലാൻ തന്നെ നല്ല രീതിയിൽ നടന്ന കാരണം ആ 3 ഗോസ്റ്റുകളും ഹീറോയും കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ അവനോട് ഞാൻ നല്ല രീതിക്ക് അഭിനയിച്ചു എന്ന് ചോദിക്കുമ്പോൾ നീ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്, എല്ലാവരും നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരാളെ ഭയപ്പെടുത്തിയിട്ട് നമ്മൾ പണം സമ്പാദിക്കുന്നത് തെറ്റല്ലേ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അവരെല്ലാവരും ഭയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ, നമ്മൾ ചെയ്യണതിൽ ഒരു തെറ്റുമില്ല, അവരെയൊക്കെ നമ്മൾ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്തു എന്ന് ഹീറോ പറയുന്നുണ്ട്. നീ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ഹീറോയിൻ ഹീറോയോട് ചോദിക്കുമ്പോൾ ഞാനൊരു വീഡിയോ ഗെയിം ഡെവലപ്പർ ആണെന്ന് പറഞ്ഞിട്ട് ഹീറോ അതെല്ലാം അവൾക്ക് കാണിച്ചും കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ പയ്യൻ്റെയും പെണ്ണിൻ്റെയും ഗോസ്റ്റുകൾ ഇനിയും വരുന്നവരെ നമ്മൾ എങ്ങനെയൊക്കെ പേടിപ്പിക്കാം എന്നുള്ള പ്ലാനിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് നീ എന്ത് ജോലിയാണ് ചെയ്തതെന്ന് ഹീറോയിനോട് ചോദിക്കുമ്പോൾ ഞാനൊരു ഡാൻസ് ടീച്ചർ ആയിരുന്നു എന്നും ഇപ്പോഴത്തെ ഡാൻസ് ഒന്നും എനിക്കറിയില്ല, നീ ഒന്ന് അത് കളിച്ച് കാണിക്കാനൊക്കെ ഹീറോയോടും ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോ അവൾക്കത് കളിച്ച് കാണിച്ചും കൊടുക്കുന്നുണ്ട്. ഇവർക്ക് 2 പേർക്കും പരസ്പരം ചെറിയൊരു ഇഷ്ടമൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത്. അങ്ങനെ നൈറ്റ് മുഴുവൻ അവർ 2 പേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ ആവുമ്പോൾ ഹീറോയിൻ്റെ ആത്മാവ് അവിടെ നിന്നും മറഞ്ഞു പോകുന്നുണ്ട്. അടുത്ത ദിവസം നൈറ്റിൽ ഹീറോവിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അവൻ്റെ ഹോണ്ടഡ് ഹൗസിലേക്ക് നിരവധി ആളുകളും വരുന്നുണ്ട്. കുറേ ആളുകൾ വന്നിട്ട് അവിടെ കടയിട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ അങ്കിളും ഉണ്ട്. ആളാണെങ്കിൽ തവളേനൊക്കെ ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു കടയാണ് ഇട്ടിട്ടുള്ളത്. ഷോ നടക്കുന്ന സമയത്ത് അവിടേക്ക് ഹീറോയ്ക്ക് കടം കൊടുത്ത ആള് വന്നിട്ട് നിന്റെ ബിസിനസ്സൊക്കെ നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ടല്ലോ, എനിക്ക് തരാനുള്ള പണം തിരിച്ചു തരാനായിട്ട് പറയുമ്പോൾ നിങ്ങൾ ഒരു വട്ടം ഈ ഹോണ്ടഡ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയിട്ട് വാ, നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തരാനുള്ള പൈസ എൻ്റെ ഈ കയ്യിലുണ്ടാവുമെന്ന് ഹീറോ പറയുന്നതും കേട്ടിട്ട് അയാൾ ആ ഹോണ്ടഡ് ഹൗസിനുള്ളിലേക്ക് പോകുന്നുണ്ട്. അതിനുള്ളിലേക്ക് പോയിട്ട് ആ ഗോസ്റ്റിനെയൊക്കെ കണ്ടിട്ട് അയാൾ പേടിച്ച് ഭയന്നു പോവാണ്. അവസാനം അയാളെ കൊണ്ടുപോകാനായിട്ട് ഒരു ആംബുലൻസ് തന്നെ അവിടെ വരുന്നുണ്ട്. എന്നാലും ഹീറോ അയാൾക്ക് കൊടുക്കാനുള്ള പണമൊക്കെ കൊടുത്തിട്ടാണ് അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. അടുത്ത സീനിൽ ഹീറോ അവരുടെ ബോഡി കണ്ടുപിടിച്ച് തരാമെന്നൊക്കെ അവരോട് വാക്ക് പറഞ്ഞതനുസരിച്ചിട്ട് വീടിന് ചുറ്റും കുഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ ഈ നേരത്തെ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പിന്നെയും കുഴിയെടുക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കടങ്ങളെല്ലാം തന്നെ അടച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കണ്ടേന്ന് പറയുമ്പോൾ എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാനായിട്ട് തീരെ ഇഷ്ടമല്ല, ഞാൻ കുറേ കാലമായിട്ട് ഇവിടെ തന്നെയാണുള്ളത്, ഇനിയും കുറച്ച് നാളും കൂടി ഇവിടെ നിൽക്കുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല എന്ന് ഹീറോയിൻ പറയുമ്പോൾ ഹീറോയിന് ഈ വീട് വിട്ട് പോകാനായിട്ട് തീരെ ഇഷ്ടമില്ല എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അടുത്ത ദിവസം ഹോണ്ടഡ് ഹൗസിന് ലീവാക്കിയിട്ട് അവർ 4 പേരും ചേർന്ന് ഒരു പാർട്ടി പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതേ സമയം കറക്റ്റായിട്ട് ആ ഗ്യാങ് പിള്ളേർ അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും പരിചയപ്പെടാനായിട്ട് വന്നതാണ്.
ഞങ്ങൾ നിങ്ങളുടെ കൂടെ പാർട്ടിയിൽ ജോയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ചെയറൊക്കെ എടുത്തിട്ട് അവരോടൊന്നും ചോദിക്കാതെ തന്നെ അവരുടെ കൂടെ ഇരുന്നിട്ട് ആ പെണ്ണിന്റെ ഗോസ്റ്റിനെയും പയ്യന്റെ ഗോസ്റ്റിനെയും പുകഴ്ത്താനായിട്ട് തുടങ്ങുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പുതിയ ട്രിക്കൊക്കെ ചെയ്യുമോ എന്ന് അവർ ചോദിക്കുമ്പോൾ ആ പെണ്ണിന്റെ ഗോസ്റ്റ് ഒരു പുതിയ ട്രിക്ക് കാണിക്കാന്ന് പറഞ്ഞിട്ട് അവളുടെ പുറത്തേക്ക് എടുക്കണ കുടലുണ്ടല്ലോ അതെടുത്തിട്ട് ആ പയ്യന്റെ മൂക്കിനകത്തേക്ക് കയറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ തുമ്മിയതും മുറിഞ്ഞിരിക്കുന്ന അവന്റെ തല തെറിച്ച് നിലത്തേക്ക് വീണു പോവാണ്. ഇത് കണ്ട ആ ഗ്യാങ് നന്നായിട്ട് കൂടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതും ഒരു ട്രിക്കാണെന്നാണ് വിചാരിക്കുന്നത്. ഇതിനിടയിൽ ഹീറോ അവരെ 3 പേരെയും അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം ആ ഗ്യാങ്ങിന്റെ ഒപ്പം ഹീറോയും കൂടി ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഹീറോയുടെ കൂടെ ആ ഗ്യാങ്ങിലെ ലീഡറിന്റെ ഗേൾ ഫ്രണ്ട് ഡാൻസ് കളിക്കുന്നത് ഹീറോയിൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുമില്ല. അവരെല്ലാവരും അവിടെ നിന്ന് പോയതിനു ശേഷം ഹീറോയുടെ കൂടെ ഡാൻസും കളിക്കുന്നുണ്ട്. അടുത്ത സീനിലെ ഹീറോയിന്റെ വീട് എങ്ങനെയാണോ പണ്ട് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഹീറോയിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ള പൂക്കളുള്ള മരവും ആ വീടിന് മുന്നിലായിട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഹീറോയിനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം ആവുന്നുണ്ട്. അതിനുശേഷം അവർ 2 പേരും ചേർത്തിട്ട് സെൽഫി എല്ലാം എടുക്കുന്നുണ്ട്. ഹീറോയിൻ ഒരു ഗോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവളുടെ രൂപം ആ ഫോട്ടോയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹീറോയിൻ അത് വലിയ കാര്യമാക്കാതെ നിന്റെ ഫോണിൽ എന്റെ രൂപം പതിഞ്ഞില്ലാലേ എന്ന് തമാശ രീതിയിൽ ചോദിക്കുമ്പോൾ അതിനിപ്പോ എന്താ, ഫോട്ടോ പതിഞ്ഞില്ലെങ്കിൽ എന്താ, നീ എന്നെ തൊട്ടടുത്ത് തന്നെയില്ലേ എന്ന് ഹീറോയും പറയുന്നു. അടുത്തായിട്ട് ഹീറോയിന്റെ കൂടെ അവനെടുത്ത ഫോട്ടോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റെല്ലാം ചെയ്യുന്നുണ്ട്. ഗോസ്റ്റിനോട് പ്രണയം തോന്നിയാൽ എങ്ങനെ ഇരിക്കുന്നു അവൻ സെർച്ചൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഗോസ്റ്റിനോട് പ്രണയം തോന്നിയാൽ അത് നമ്മുടെ ജീവൻ ആപത്താണ്, അത് നമ്മളെ അതിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകും എന്നുള്ള ആളുകളുടെ കമന്റ്സ് എല്ലാം കണ്ടിട്ട് ഹീറോയ്ക്ക് ഉള്ളിലൊരു ചെറിയ പേടിയും തോന്നുന്നുണ്ട്. നൈറ്റ്ലി ഹീറോ പിന്നെയും അവന്റെ ഗോസ്റ്റ് ഹൗസിലേക്ക് വരുമ്പോൾ അവിടെ ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. അവൻ ഹീറോയിനെയും വിളിച്ചുകൊണ്ട് അതിലെല്ലാം നടക്കുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് തന്നെ അവന്റെ മുൻപിലേക്ക് വന്നു നിന്നതും ഭയന്നു പോയ ഹീറോ മുകളിൽ നിന്ന് നിലത്തേക്ക് വന്ന് വീഴാണ്. ഹീറോയ്ക്ക് ചെറിയ രീതിയിലുള്ള പരിക്കുകളും പറ്റുന്നുണ്ട്. ഹീറോയിൻ അവനോട് സോറി പറയുന്നുണ്ടെങ്കിലും ഹീറോയുടെ മനസ്സിൽ ആ കമന്റ്സ് ഒക്കെ കണ്ടിട്ട് ചെറിയൊരു ഭയം കടന്നു കൂടിയത് കൊണ്ട് തന്നെ അവനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് തിരിച്ചു പോരാനായിട്ട് ഒരുങ്ങാണ്. പകുതി വരെ വന്നെങ്കിലും മനസ്സ് മാറി പിന്നെയും അവൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു കള്ളനെ വീട്ടിൽ കണ്ടിട്ട് അവൻ അയാളെ പിടിച്ച് അടിച്ചോണ്ടിരിക്കുമ്പോൾ വേറെ ഒരുത്തൻ പിന്നിലൂടെ വന്നിട്ട് ഹീറോയുടെ തലയ്ക്കൊരു അടി വെച്ച് കൊടുത്തതും ഹീറോയുടെ ബോധം അവിടെ പോവാണ്. കള്ളന്മാരവിടെ നിന്ന് പോവാനായിട്ട് ഒരുങ്ങിയതും നിലത്ത് വീണ് കിടന്ന ഹീറോ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് അവരുടെ 2 പേരുടെയും കഴുത്ത് പിടിച്ച് ഞെരിക്കാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷെ ശരിക്കും അവരുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കിയിട്ടുണ്ടായിരുന്നത് ഹീറോ ആയിരുന്നില്ല, അത് ഹീറോയിന്റെ ഗോസ്റ്റ് ആയിരുന്നു. ഹീറോയുടെ ശരീരത്തിൽ അവൾ കയറിയതായിരുന്നു. ഹീറോയിൻ അവരുടെ കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോയിന് അവളെ കഴുത്ത് ഞെരിച്ച് കൊന്ന കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. പെട്ടെന്ന് തന്നെ ആ കള്ളന്മാരുടെ കഴുത്തിൽ നിന്ന് അവളെ പിടിവിടുന്നുണ്ട്. അടുത്തതായിട്ട് ഹീറോയ്ക്ക് ബോധം വരുമ്പോൾ ഹീറോയിൻ അവന് അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ എന്താ നടന്നതെന്ന് ഹീറോ ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം ഹീറോയിൻ പറയുന്നുണ്ട്. നീ എന്നെ നിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അവനുള്ള സംശയം ഹീറോയിനോട് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലില്ല എന്ന് ഹീറോയിനും പറയുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളപ്പൂക്കൾ കൊണ്ടുവന്നിട്ട് ഹീറോയ്ക്ക് നേരെ നീട്ടുന്നതും നേരം വെളുക്കുകയാണ്. ഹീറോയിന്റെ ആത്മാവ് അവിടെ നിന്നും മറഞ്ഞു പോകുന്നു. അടുത്ത സീനില് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഹീറോയിനെയും കൂടി പുറത്തേക്ക് പോകാനായിട്ട് ഹീറോ ഒരു പ്ലാനൊക്കെ സെറ്റ് ചെയ്യാണ്. അതിനായിട്ട് ആ പിള്ളേരുടെ ഗ്യാങ്ങിന്റെ ലീഡറിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവന് ഡ്രിങ്ക്സിൽ ഉറക്കഗുളിക കലക്കിയൊക്കെ കൊടുത്തിട്ട് അവന്റെ ശരീരത്തിൽ ഹീറോയിന്റെ ആത്മാവിനെ കയറ്റിയിട്ട് അവർ പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. കാണുന്നവർക്കൊക്കെ അതൊരു പയ്യനായിട്ടാണ് തോന്നുന്നത്, എന്നാൽ ഹീറോയുടെ കണ്ണില് അത് ഹീറോയിനായിരുന്നു. അവരൊരു ഹോട്ടലിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 80 വർഷമായി ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്, എനിക്ക് ഒരുപാട് സന്തോഷമായെന്നെല്ലാം ഹീറോയിൻ പറയുമ്പോൾ അവരുടെ അടുത്ത ടേബിളിൽ ഇരുന്ന ആള് സംശയത്തോടെ ഈ പയ്യനെന്ത് ഇങ്ങനെ സംസാരിക്കണേന്ന് ചിന്തിക്കുന്നുമുണ്ട്. അടുത്തതായിട്ട് ഹീറോയിൻ ഒരു പാർട്ടിയൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കൃത്യം 12 മണിക്ക് മുമ്പ് തന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുമുണ്ട്. വീട്ടിലത്തെ ഹീറോ അവളോട് ഐ ലവ് യു പറഞ്ഞിട്ട് അവളെ പ്രപ്പോസ് ചെയ്യുന്നതും 12 മണിയായതും ഒരുമിച്ചായിരുന്നു. ഹീറോയിന്റെ ആത്മാവ് അവിടെ നിന്ന് മറിഞ്ഞും പോകുന്നു. അവൾ എങ്ങനെയാണോ മരിച്ചത് ആ ഒരു സീൻ പിന്നെയും റിപ്പീറ്റ് ആവുന്നുണ്ട്. ഹീറോ മുകളിൽ ചെന്ന് നോക്കുമ്പോൾ മരിച്ച് നിലത്ത് വീണെടുക്കണ ഹീറോയിൻ കണ്ണു തുറന്നിട്ട് അവനോട് തിരിച്ച് ലവ് പറയുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ഹീറോയുടെ കൂടെ ബെഡിൽ നിന്ന് ഉറക്കമുണരുന്ന ആ ഗ്യാങ്ങിന്റെ ലീഡറിനെയാണ് കാണിക്കണത്. ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നത്, നീ എന്നെ എന്താ ചെയ്തത്, ഈ കാര്യം നീ പുറത്ത് പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. നൈറ്റില് അവൻ പിന്നെയും തിരിച്ചു വരുന്നുണ്ട്. ഹീറോയും കൂടിയിട്ട് ന്യൂ ഇയറിൽ നൈറ്റ് പാർട്ടിക്ക് പോയപ്പോൾ ആരോ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് പോസ്റ്റും ചെയ്തിട്ടുണ്ട്. ഹീറോയുടെ കാഴ്ചയിൽ അത് ഹീറോയിൻ ആണെങ്കിലും മറ്റുള്ളവരുടെ കണ്ണിൽ അതൊരു പയ്യനായിട്ടാണല്ലോ കാണുന്നത്. ഞാൻ നിന്റെ കൂടെ എങ്ങനെയാണ് ഈ പാർട്ടിയിൽ വന്നത് എന്നാ പയ്യൻ ചോദിക്കുമ്പോൾ വേറെ ഒരു വഴിയില്ലാതെ ഹീറോ അവനോട് സത്യങ്ങളെല്ലാം തുറന്ന് പറയുകയാണ്. ഹീറോയിനും ബാക്കി 2 പേരും ശരിക്കും ഗോസ്റ്റ് ആണെന്നുള്ള കാര്യമെല്ലാം അവൻ ആ പയ്യനോട് തുറന്ന് പറയുന്നുണ്ട്. അവൻ ഹീറോയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ട്
ഗോസ്റ്റിനെ പ്രണയിക്കുന്നതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, അത് നിന്റെ ജീവന് തന്നെ ആപത്തായിരിക്കും, നിനക്ക് വട്ടുപിടിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് ഹീറോയെ വഴക്കൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോകുന്നു. അടുത്തതായിട്ട് നൈറ്റിലെ ഹോണ്ടഡ് ഹൗസിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ അവിടെ വെച്ചിട്ട് അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ കാണുകയാണ്. ഹീറോയും അവൻ്റെ എക്സും സംസാരിക്കുന്നത് കണ്ട ഹീറോയിന് വല്ലാതെ ടെൻഷൻ ആവുകയാണ്. ആ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവൻ ഫുഡ് വാങ്ങാൻ പോകുന്ന നേരത്ത് ഹീറോയിൻ്റെ ആത്മാവ് അങ്കിളിൻ്റെ ശരീരത്തിൽ കയറിയിട്ട് ഹീറോയും ആ പെണ്ണും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ ചോദിച്ചറിയാണ്. അതിൽ നിന്ന് ഹീറോയുടെ എക്സ് ഗേൾ ഫ്രണ്ടാണ് ആ പെണ്ണെന്നുള്ള കാര്യം ഹീറോയിന് മനസ്സിലാവുന്നുണ്ട്. ഹീറോയെ അവൻ്റെ എക്സ് പുറത്തേക്ക് പോകാനായിട്ട് വിളിക്കുമ്പോൾ അവനും വരാമെന്ന് പറയുന്നതായിട്ട് ഹീറോയിന് ഒന്നുകൂടെ ദേഷ്യം വരികയാണ്. അടുത്ത ദിവസം എക്സിൻ്റെ കൂടെ പുറത്തേക്കൊക്കെ പോയി കറങ്ങിയിട്ട് ഹീറോ ഹോണ്ടഡ് ഹൗസിലേക്ക് തിരിച്ചു വരുമ്പോൾ ആളുകളെല്ലാവരും വല്ലാതെ ഭയന്ന് ഹോണ്ടഡ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത് കണ്ടിട്ട് ഹീറോ അകത്തേക്ക് പോയി നോക്കുമ്പോൾ ഹീറോയിൻ വലിയ രൂപമൊക്കെ എടുത്തിട്ട് എല്ലാവരെയും അലറി പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ട് അല്ലല്ലോ, ഞാൻ നിന്റെ വേറൊരു ഫ്രണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ കരയുന്നതും ഹീറോയിൻ്റെ വിഷമവും ദേഷ്യമൊക്കെ മനസ്സിലാക്കിയ ഹീറോ അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ബുദ്ധപ്രതിമയ്ക്ക് മുൻപിൽ നിർത്തിയിട്ട് നമ്മൾ രണ്ടുപേരും എപ്പോഴും ഒന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് വാക്ക് കൊടുക്കുന്നു. അടുത്ത സീനിൽ ഹീറോയ്ക്ക് ഈ വീട് കൊടുത്ത അവൻ്റെ ബ്രദർ വന്നിട്ട് ഹോണ്ടഡ് ഹൗസ് പൊളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അയാൾക്ക് കുറേ കടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട് പൊളിച്ചിട്ട് ഇവിടെ വേറൊരു ബിൽഡിംഗ് ഒക്കെ പണിഞ്ഞ് വിൽക്കാനാണ് അയാളുടെ പ്ലാൻ. ഹീറോ അവിടേക്ക് വന്നിട്ട് ഇത് തടയുന്നുണ്ട്. ഇത് നീ എനിക്ക് തന്ന വീടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനത് നിനക്ക് എഴുതിയൊന്നും തന്നിട്ടില്ലല്ലോ, വാക്കാ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ വീടങ്ങ് ഇടിച്ചു കളയുകയാണ്. ഹീറോയുടെ ബ്രദർ അവിടെയെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഹീറോ പിന്നെയും അവിടേക്ക് വന്നിട്ട് അവരെ 3 പേരെയും വിളിച്ചു നോക്കുന്നുണ്ട്. അന്നത്തെ ദിവസമാണെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ സംസാരിക്കണത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കരഞ്ഞുകൊണ്ട് അവൻ അതിൽ നടക്കുമ്പോൾ അവൻ്റെ കാലിൽ എന്തോ തട്ടിയതുപോലെ തോന്നിയിട്ട് അവൻ അവിടെ കുഴിച്ചു നോക്കുന്നുണ്ട്. അവിടെ ഒരു അസ്ഥികൂടം കാണുകയാണ്. അതിൻ്റെ കയ്യിൽ ഹീറോയിൻ്റെ കയ്യിലുള്ള ഒരു ബ്രേസ്ലെറ്റും കാണുന്നുണ്ട്. ഇത് ഹീറോയിൻ്റെ അസ്ഥികൂടാണെന്ന് ഹീറോ തിരിച്ചറിയാണ്. അടുത്തതായിട്ട് ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഹീറോയിൻ്റെ അച്ഛനും അമ്മയും ഹീറോയിനെയും 2 വേലക്കാരെയും വീട്ടിൽ തനിച്ചാക്കി പുറത്തു പോയ നേരത്ത് മോഷണത്തിനായി 3 പേര് അവരുടെ വീട്ടിലേക്ക് വന്നിട്ട് ഹീറോയിനെയും 2 വേലക്കാരെയും കൊന്നുകളഞ്ഞു. ഹീറോയിനെ കഴുത്ത് ഞെരിച്ചാണ് കൊന്നുകളഞ്ഞത്. ഹീറോയിനെ കൊന്നതിന് ശേഷം ആ കള്ളന്റെ ഫേസ് കാണിക്കുന്നുണ്ട്. അത് ശരിക്കും ഹീറോയെ പോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് ഹീറോയുടെ മുൻജന്മമായിരുന്നു. ഹീറോയിൻ്റെയും ആ 2 വേലക്കാരുടെയും ബോഡി ആ വീട്ടിൽ തന്നെ കുഴിയെടുത്ത് ഒരു മന്ത്രത്തുണിയെല്ലാം ഇട്ടിട്ട് കുഴിച്ചിടുകയായിരുന്നു ചെയ്തത്. ഇതെല്ലാം മനസ്സിലാക്കി ഹീറോ കരഞ്ഞുകൊണ്ട് തിരിഞ്ഞതും അവിടെ ഹീറോയിൻ്റെയും 2 വേലക്കാരുടെയും ആത്മാവ് നിൽക്കുന്നതായിട്ട് കണ്ടിട്ട് ഹീറോ കരഞ്ഞുകൊണ്ട് അവളോട് ക്ഷമ ചോദിക്കുമ്പോൾ അന്ന് നടന്ന ആ ഒരു സംഭവമായിട്ട് നിനക്ക് ഒരു ബന്ധവും ഇല്ല, അത് നീയല്ല, നിന്നെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, പ്രണയം എന്താണെന്ന് നീയാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്, നീ എപ്പോഴും നന്നായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിൻ്റെ ആത്മാവ് അവിടെ നിന്ന് മറിഞ്ഞു പോകുന്നത് കണ്ടിട്ട് ഹീറോ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അടുത്ത സീനിൽ ഹീറോ ഹീറോയിൻ്റെയും മറ്റു 2 പേരുടെയും ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിന് വേണ്ട ചടങ്ങുകളെല്ലാം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. പിന്നെ ഹീറോ ഒരു ഗെയിം ഡെവലപ്പർ ആയതുകൊണ്ട് തന്നെ ഈ 3 പേരുടെയും ക്യാരക്ടറൊക്കെ വെച്ചിട്ട് അവനൊരു പുതിയ ഗെയിമും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത സീനിൽ 60 വർഷത്തിന് ശേഷമുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഹീറോയ്ക്കിപ്പോൾ വയസ്സായിട്ടുണ്ട്. അവൻ്റെ വീട്ടിലിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. കറക്റ്റ് 12 മണിയാവുമ്പോൾ ഹീറോ കണ്ണു മൂടിയിട്ട് ഉറങ്ങാൻ തുടങ്ങുകയാണ്. അവൻ ഹീറോയിനുമായിട്ട് ചെലവഴിച്ച ഓരോ കാര്യങ്ങളും അവൻ്റെ ഓർമ്മയിലേക്ക് വന്നു പോവാണ്. ആ ഉറക്കത്തിൽ ഹീറോയും മരിച്ചു പോകുന്നുണ്ട്. അടുത്തതായിട്ട് മരണശേഷം ഹീറോയുടെ ചെറുപ്പകാലം ആ വീട്ടിലേക്ക് വന്നിട്ട് ഹീറോയിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ ഹീറോയിൻ അവിടേക്ക് വരുന്നുണ്ട്. 2 പേരും ഒരുമിച്ച് ചേർന്ന് സന്തോഷത്തോടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരണത്തിലൂടെ അവർ കണ്ടുമുട്ടി ഒരുമിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ മൂവിയുടെ അവസാനിക്കുന്നത്. എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു മൂവിയായിട്ട് പിന്നീട് കാണാം.